ഗുസ്തി ഫെഡറേഷൻ സസ്പെൻഷനിൽ കോടതിയെ സമീപിക്കുന്നതിന് മുന്നേ നിയമോപദേശം തേടാനൊരുങ്ങിയ സഞ്ജയ് സിംഗ് കായിക മന്ത്രിയുമായി സഞ്ജയ് സിംഗ് കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തിയ ശേഷം മാത്രം കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, എന്തൊക്കെയാണ് ഈ നടപടിക്ക് വിധേയനായ പുതിയ അധ്യക്ഷന്റെ നിലപാടും നിയമപരമായിട്ട് ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയും കോടതിയിൽ എന്നൊക്കെ ആലോചനകൾ ഏത് തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും? പ്രജീഷ്, തീർച്ചയായിട്ടും നിയമോപദേശം തേടുമെന്നുള്ള കാര്യം തന്നെയാണ് പുതിയ നേതൃത്വം വ്യക്തമാക്കുന്നത്. പക്ഷേ അതിന് മുന്നേ തന്നെ കേന്ദ്ര സർക്കാരുമായി ഒരു ചർച്ച നടത്തി ഈ നടപടികൾ സൗമ്യമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടി പുതിയ നേതൃത്വത്തിൻ്റെ പുതിയ സമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് സഞ്ജയ് സിംഗ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി കായിക മന്ത്രി അനുരാഗ് ഠാക്കൂറുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ ഈ കൂടിക്കാഴ്ച നേരത്തെ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഈ ക്രിസ്മസ് തിരക്കുകൾ കൊണ്ട് തന്നെ ആ കൂടിക്കാഴ്ച നടന്നില്ല എന്നുള്ള കാര്യം കൂടി സഞ്ജയ് സിംഗ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കായിക മന്ത്രിയുമായിട്ട് സഞ്ജയ് സിംഗും ബ്രിജ്ഭൂഷൺ സിംഗും കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള കാര്യമാണ് ഇതിനോടകം തന്നെ പുതിയ നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം മാത്രമായിരിക്കും കോടതിയെ സമീപിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള നിയമോപദേശം കൂടിയാണ് ഇപ്പോൾ തേടിയിട്ടുള്ളത്. എന്തായാലും ഈ ബ്രിജ്ഭൂഷൺ കൂടി കായിക മന്ത്രിയെ കാണും എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം JP നഡ്ഡയുമായി ഈ സസ്പെൻഷൻ നടപടി വന്നതിന് പിന്നാലെ ബ്രിജ്ഭൂഷൺ JP നഡ്ഡയെ കണ്ടിരുന്നു. പക്ഷേ പുറത്തിറങ്ങിയ ശേഷം ഒരു പ്രതികരണം ഉണ്ടായി. തികച്ചും ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടന്നത്, അതല്ലാതെ ഈ നടപടിയുമായി ബന്ധപ്പെട്ടല്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ സഞ്ജയ് സിംഗും അതുപോലെ തന്നെ ബ്രിജ്ഭൂഷണൻ ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര സർക്കാരുമായി ഒരു കൂടിക്കാഴ്ച നടത്തും. ഈ പ്രത്യേകിച്ചും ഈ പുതിയ സമിതിയെ പിരിച്ചുവിട്ടതിൽ സസ്പെൻഡ് ചെയ്തതിൽ ആ ഒരു നടപടിക്കെതിരെ എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും കോടതിയെ സമീപിക്കുക. ശരി.